ഈശ്വര, എക്സ്പ്ലനേഷൻ ലെറ്ററിന്റെ കാര്യം ഞാൻ എന്തെടുക്കും? ഗാർഡിയന്റെ സൈൻ വേണ്ടേ? അമ്മയുടെ സൈൻ അങ്ങ് ഇട്ട് കൊടുത്താലോ? അത് വേണ്ട, റിസ്ക്കാ. അമ്മ കോളേജിലോട്ട് വന്നാൽ അപ്രിശേഷനെ കാണും. അതോടെ എല്ലാ കാര്യത്തിനും തീരുമാനമാവും. അച്ഛൻ അറിഞ്ഞാൽ പിന്നെ അമ്മ അറിയും. ഇച്ചേച്ചി തന്നെ വിളിക്കാം, അതേ നടക്കും. എന്താ മിസ്റ്റർ മാധവൻ, ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ? സത്യം പറയടാ, നീ ആർക്കോ പണിയെടുക്കാനുള്ള പ്ലാൻ നോക്കുമല്ലേ? നീ നോക്കിക്കോടാ, ഇന്ന് രാത്രി ഇവിടെ പടക്കം പൊട്ടും. നീ കുറെ നേരം കൊണ്ട് പടക്കമൊന്നും ഗുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം? ഇതൊക്കെ വല്ലോ നടക്കൂ? വെയിറ്റ് ആൻഡ് വാച്ച്, ഓക്കെ? ആ, രണ്ടും കൂടി ഇവിടെ ഇരുന്ന് ദീപാവലി ആഘോഷിച്ചോ? നീ ഒക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? എന്ത് പൊട്ടാ, ലെറ്റർ സൈൻ ഇട്ട് കൊടുക്കണ്ടേ? ഈശോ, അക്കാര്യം ഞാൻ മറന്നുപോയി. എന്റെ അപ്പം വന്നാലും അമ്മച്ചി വന്നാലും എല്ലാം കണക്കാ. ഞാൻ അങ്ങോട്ട് പോകുന്ന എന്നെ നല്ലത്. ആ ചെല്ലു, ഇപ്പൊ തന്നെ ചെല്ലു. നിന്റെ അപ്പം കുര്യാക്കോസ് ഒരു കൊട്ടപ്പടി സൈൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും അവിടെ. ഷേ, ഞാൻ എത്ര മന്ദൂട്ടിയാണോ? നാളെ എന്റെ അപ്പനില്ലാത്ത സമയത്ത് അമ്മച്ചി കൊണ്ട് ഞാൻ സൈൻ ഇടിപ്പിക്കും. എപ്പടി? അച്ഛൻ ഇങ്ങോട്ട് വന്നാ ഇവിടെ പ്രശ്നമാവും. അങ്ങോട്ടും എല്ലാന്ന് വെച്ചാ അച്ഛനോടും അമ്മയോടും എല്ലാം പറയേണ്ടി വരും. ഇതിലിപ്പോ എന്നെ സഹായിക്കാൻ പറ്റാവുന്ന ഒരേ ഒരാള് വല്യേട്ടന. അയ്യോ, എന്റെ വല്യേട്ടൻ. ഹലോ വല്യേട്ടാ. ആ, എന്താടാ? എന്തെടുക്കോ വല്യേട്ടാ? എന്തുണ്ട് വിശേഷം? സുഖല്ലേ? വലിയ സുഖമൊന്നും ഇല്ല. അല്ല, എന്താ എന്നെ വിളിച്ചേ? അല്ല, വല്യേട്ടൻ കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. എന്താ, നീ എനിക്ക് ഉരുട്ടിത്തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? ശേ, എന്താ വല്യേട്ടാ ഇങ്ങനെയൊക്കെ? ഞാൻ വെറുതെ ഒരു അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ നിന്റെ ഉദ്ദേശം? അത് വല്യേട്ടാ, അത് പിന്നെ നീ തട്ടി കഴിക്കാതെ കാര്യം പറയടാ. അത് വല്യേട്ടാ, അത് നാളെ വല്യേട്ടനൊന്ന് കോളേജ് വരെ വരണം. എങ്ങനെ? നീ അവളെ വീണ്ടും പൂട്ടിട്ടോ? അതല്ല, ഞാൻ അവളെ ഒന്നും എടുത്തില്ല. പിന്നെ എനിക്ക് അവളുടെ കാര്യം അന്വേഷിക്കാനല്ല നേരം. പിന്നെ അതൊക്കെ വല്യേട്ടൻ വരുമ്പോ ഞാൻ പറയാം. വലിയ പ്രശ്നമൊന്നുമില്ല. വല്യേട്ടൻ രാവിലെ ഒന്ന് ഇങ്ങോട്ട് വന്നാ മതി. എന്തിനാടാ ഞാൻ വരുന്നേ? നീ അച്ഛനെ വിളിക്ക്, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. വല്യേട്ട പ്ലീസ് പ്ലീസ് പ്ലീസ്, അങ്ങനെയൊന്നും പറയരുത്. അച്ഛൻ ഇങ്ങോട്ട് വന്നാലുള്ള സ്ഥിതി വല്യേട്ട അറിയാലോ. പ്ലീസ് വല്യേട്ട, ഒന്ന് വാ. ആലോചിക്കാം. അത് മതി, ആലോചിച്ചാ മതി. ആലോചിച്ചിട്ട് നാളെ രാവിലെ വന്നാ മതി. എന്നാ ഞാൻ വെക്കട്ടെ, ബൈ. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആശാൻ ഇങ്ങനെ വിളിക്കില്ല. മഹി, നീ ആരുടെ കാര്യ പറയുന്നേ? ഹേയ്, ഒന്നുമില്ല, മനു ഇപ്പൊ വിളിച്ചതാ. മനു നിന്നെ വിളിച്ചെന്നോ? എന്താ, നമുക്ക് വിളിക്കണ്ടേ? പിന്നെ വിളിച്ചു. പക്ഷെ സാധാരണ അവനങ്ങനെ വിളിയും പറിച്ചില്ലോ ഒന്നും ഇല്ലല്ലോ. അല്ല, അവൻ എന്തിനാ വിളിച്ചേ? അത് ചുമ്മാ വിളിച്ചമ്മേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിന്നോട് അവനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അവൻ വെറുതെ വിളിച്ചാന്നാ പറഞ്ഞേ. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. വെറുതെ അവനങ്ങനെ വിളിക്കില്ല. കുറച്ചു ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നില്ല. സാധാരണ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിടാനാ പാട്. ഓ എന്റെ സൂസമ്മേ, ഇനി അതോർത്ത് ഇനി ഇവിടെ നിന്ന് ടെൻഷൻ ആവണ്ട. അവന് കുഴപ്പമൊന്നും ഇല്ല. ഇപ്പൊ പഠിക്കാൻ ഒരുപാട് കാണില്ലേ, അതുകൊണ്ടാവും അവൻ ഇങ്ങോട്ട് വരാത്തത്. അവൻ അവിടെ നിന്ന് പഠിക്കട്ടെ തന്നെ. മിഥു, മിഥു,
മിഥു എന്തേ കാണുന്നില്ലല്ലോ? മിഥു, കർത്താവേ, ഇനി അവള് പോയോ? റോസു, അന്നമോ, നീ മിഥുനെ വിളിച്ചില്ലേ? നമുക്ക് കഴിക്കണ്ടേ? റോസു, അവിടെ മിഥുനൊന്നും കാണുന്നില്ല. അവള് മതില് ചാടിയെന്നാ തോന്നുന്നേ. എന്ത്? മിഥു, മിഥു, ഞാൻ പറഞ്ഞില്ല റോസു, അവൾ ഇവിടെ ഒന്നും ഇല്ല. നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്താ അന്നമ്മോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. അത് ഞാൻ വന്നപ്പോ മിഥുനെ ഇവിടെ ഒന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഞാൻ വാഷ്റൂമിലായിരുന്നു. എന്നാ വാ, മെസ് ടൈം ആയി, കഴിക്കണ്ടേ? ഗൈസ്, എന്താ മിഥു? അത് നിങ്ങൾ പോയി കഴിച്ചോ, എനിക്കിപ്പോ വിശപ്പില്ല. അതെന്താ നീ വന്നേ? ഓരോന്ന് ആലോചിച്ച് കൂട്ടിട്ടാ. ഖായു, അതല്ല, എനിക്ക് അവിടെ പോണം. നീ എന്താ മിഥു പറയുന്നേ? അവിടേക്ക് പോണമെന്നോ? അതിന്റെ സീരിയസ്നെസ് നിനക്ക് അറിഞ്ഞൂടെ? അറിഞ്ഞുകൊണ്ട് നീ പുലിമടയിലേക്കാ പോയി ചാടി നിന്നതു. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പോയേ പറ്റൂ. പ്ലീസ്, വേണ്ടെന്ന് മാത്രം പറയരുത്. എന്റെ അമ്മയെ കൂടെ ഇതില് പറഞ്ഞിട്ട് എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. മിഥു, മിഥു, നീ എന്താ ആലോചിക്കാതെ? ഇതവരെ ട്രാപ്പ് ചെയ്യുന്നല്ലേ? കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യ. അതിന് എന്തോ ആയിക്കോട്ടെ റോസു, ഇനി അവന്റെ ട്രാപ്പ് ആണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും ഒരുപാട് ദിവസമൊന്നും ഞാൻ നിങ്ങളുടെ കൂടെ കാണില്ല. എന്റെ പാസ്പോർട്ട് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മയോട് നിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ പിന്നെ ഈ ഒരു പ്രശ്നത്തിന് അവൻ എന്നെ കുടിക്കാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പോയേ പറ്റൂ. മിഥു, നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ല. അവനോട് തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. നീ അതിലൊരു തീരുമാനം എടുത്തെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ പോയിട്ട് വന്നോളാം. തനിക്ക് പോണെങ്കിൽ പൊയ്ക്കോ. പക്ഷെ ഇനി വേറെ കോളേജിലേക്ക് എങ്ങാനും പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. ഞങ്ങൾ വിട്ടിട്ട് വേണ്ട. തനിക്ക് പോണെങ്കിൽ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞങ്ങളും കൂടെ വരാം. അതെ, അത് തന്നെയാ. എന്തായാലും നീ ഒറ്റയ്ക്ക് പോണ്ട മിഥു. അത് വേണ്ട. നിങ്ങളും കൂടെ ഇതിലേക്ക് വലിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, നിങ്ങൾ പേടിക്കണ്ട. അല്ലെങ്കിലും ഇവിടുത്തെ ഹോസ്റ്റൽസ് എല്ലാം കോളേജിലെ കോമ്പൗണ്ട് തന്നെയല്ലേ. അവന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു എന്ന് അവനെ ഒന്നും അറിയിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. കൂടിപ്പോയ ഒരു മാക്സിമം ഒരു 1 അവറിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. പക്ഷേ ഇവിടുന്ന് ചാടാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്നാ ഞാൻ പോയിട്ട് എളുപ്പം വരാം. ഓക്കെ മിഥു, എനിക്കെന്തോ ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. നീ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ വിളിക്കണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവളെയും കൂടെ ടെൻഷൻ ആക്കാതെ. അവൾ പോയിട്ട് വരട്ടെ. ഇവിടുത്തെ കാര്യം ഞങ്ങൾ മാനേജ് ചെയ്തോളാം. നീ പോയിട്ട് വാ. നിന്നെ മിഥു, അവിടെ CCTV ക്യാമറ ഒക്കെ കാണും. അതിന്റെ മുന്നിലൊന്നും ചെന്ന് പെട്ടേക്കല്ലാടോ. ഓ, ഇക്കാര്യത്തിൽ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെ ഉണ്ടല്ലോ. എന്റെ പൊന്നോ, ഒന്നും പറയാൻ പാടില്ലേ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ അറിയാവുള്ളൂ. എനിക്കിതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യം. എന്നാ ഞാൻ പോയിട്ട് വരാം. എന്റെ നാട്ടു, പീരീഡ്സ് അടിക്കുമ്പോ തന്നെ ഇത് ചാടാൻ അവസരം തന്നതിന് നന്ദിയുണ്ടോ പട്ടി. എന്റെ കൈയും പോയി. ഇതിപ്പോ എങ്ങോട്ടാ പോണ്ടേ? സെക്യൂരിറ്റി ഒന്നും കാണണ്ട. ഓഹോ, അപ്പൊ ഇവിടുത്തെ ചേട്ടന്മാർക്ക് സ്ഥിരം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടല്ലേ. നന്നായി. ഈശ്വര,
ഇതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ കയറുന്നത്? ഓ, ഒന്നും ആലോചിക്കാതെ ഞാൻ എടുത്ത് ചാടുകയും ചെയ്തു. അശിയെ വിളിച്ചാലോ? വേണ്ട, ഇനി അവനെ കൂടെ ഇതിനകത്തോട്ട് കിടത്തണ്ട. കാട്ടൂർക്കന്മാരുടെ അടുത്തേക്കാണോ ഈശ്വര ഞാൻ വന്നേ? 12 മണി കഴിഞ്ഞിട്ട് ഇവന്മാർക്കൊന്നും ഉറക്കമില്ലേ? ദൈവമേ, മഴ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ ഇതിലെ തന്നെ കയറാല്ലേ? അവൻ്റെ വെല്ലുവിളിയൊക്കെ ഇന്നും ഞാൻ പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. എന്നോട് അവൻ്റെ കളി. ഈശ്വര, ഇതിലാ കാലൻ്റെ റൂം ഏതാന്ന് എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്? ആ ഫോൺ ഇന്ന് ഞാൻ എറിഞ്ഞു പൊടിക്കും തേനി. ഈ റിംഗ് ടോൺ നിന്നോട് മാറ്റാൻ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ. സോറി ബ്രോ, നാളത്തേക്ക് മാറ്റാം. ഇവിടെ നിന്ന് എന്നെ കുഴയിലേക്ക് എടുത്തോണ്ട് പോയാ മതി. ഇനി ഇവന്മാരേതാ? ആളിയ 306 വാ. ആ, ക്ലാസ് എടുത്തു. പിന്നെ ഇന്നലത്തെ 50 രൂപയും കൂടെ എടുത്തണം. എടാ, 50 രൂപയൊക്കെ കൂടുതലല്ലേ? അത് ഒരു ക്ലാസ്സിന്. ഇയ്യാ, വേണമെങ്കിൽ മതി. വെറുതെ ഒന്നുമല്ലല്ലോ, രാവിലെ മുതൽ ബിവറേജസിന് മുന്നിൽ ആരും കാണാതെ പോയി നിന്ന് മേടിച്ചോണ്ട് വരുന്നതാ. അപ്പൊ 50 രൂപയൊക്കെ ആവാ. നിനക്ക് വേണമെങ്കിൽ വാ. ഓഹോ, അപ്പൊ ഇവിടെ കള്ളു സഭ ഉണ്ടായിരുന്നു. കാലന്മാരിനി എപ്പോഴാണോ ഉറങ്ങുന്നത്? ആ, നീ വിട്ടോ, ഞാൻ കുളിച്ചിട്ട് തരാം. പോയി കിടന്ന് ഉറങ്ങണ ചെറുക്ക. പാതിരാത്രിക്ക് കുളിച്ചിട്ട് നീ എന്താ പെണ്ണ് കാണാൻ പോന്നോ? അയ്യേ, ഏതവന്റെ റിംഗ് ടോൺ ആണത്? ഇല്ല കുഞ്ഞു, എന്റെ ഫോൺ അടിക്കാൻ കണ്ട നേരം. ഈശ്വര, ഇവന്മാർക്ക് ഇനി എപ്പോഴാണ് ഉറങ്ങുന്നത്? അതുവരെ ഇവിടെ എങ്ങാനും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. നീ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, എനിക്കത് പേടിയാവുന്നു. നീ എന്നാ അശീനെ വിളിക്കാൻ. ഇതാരെ ഇവിടെ ലൈറ്റ് കിട്ടി വെച്ചേക്കുന്നത്? എന്നിട്ട് വേണം അവന്മാർ ഇനി എന്നെ കാണാൻ. എന്റെ കർത്താവേ, അവന്മാരെ കുറഞ്ഞു കാണണേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനിവിടെ കിടന്ന് ഓടുക. ഇനി എനിക്ക് ഓടാനുള്ള ത്രാണിയില്ല. ആരാ? പ്രേതം. എടാ, ആരും കരയുന്ന പോലെ കേട്ടില്ലേ? ആടാ, ഞാനും കേട്ടു. വാ നോക്കാം. എന്താണ് ഇവിടെ ബേളം? അറിയടാ, വാ നോക്കാം. ഈശ്വര, അശി, എന്താണോ തന്റെ ഉദ്ദേശം? അശി, അത് ഈ പാതിരാത്രി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറിയ? എടാ, അതവൻ. ഓ, ഒരുത്തൻ വെല്ലുവിളിക്കാനും ഒരുത്തി അത് സ്വീകരിക്കാനും. നിനക്കൊന്നും വേറെ പണിയില്ലേടി? എടാ, പതുക്കെ, എല്ലാരും കേൾക്കും. ആ, കേക്കട്ടെ. പിന്നെ അല്ലാതെ ഇമ്മാതിരി പണിയൊക്കെ കാണിച്ചു വെച്ചിട്ട്. എടാ, അതല്ല, ഇന്ന് പിരിച്ചു വെച്ച കാശ് അവൻ അടിച്ചു മാറ്റി. അതാണ് സാറിനെ ഏൽപ്പിക്കണ്ടേ? തേങ്ങാക്കൊല്ല, അവൻ കാശ് അടിച്ചു മാറ്റിയെന്ന് ആരാ നിന്നോട് പറഞ്ഞ? അവൻ തന്നെ. ഇവിടെ വന്നാലേ ക്യാഷ് പൊയ്ക്കോണം. അവൻ ക്യാഷ് അടിച്ചു മാറ്റിയെ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ട. അല്ലാതെ മെൻസ് ഹോസ്റ്റലിന്റെ മതിൽ ചാടുകയല്ല വേണ്ട. എടാ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതവനെന്നെ വെല്ലുവിളിച്ചപ്പോ. മിഥു, ഇത് നിങ്ങളുടെ കുട്ടിക്കളിയല്ല. അതുപോലെ നീ വിചാരിക്കുന്ന പോലെ ഇവൻ തമാശക്കല്ല ഇത് ചെയ്തത്. നീ ഇത് ചെയ്യുമെന്ന് അവൻ നല്ലോണം അറിയാം. നിന്നെ ട്രാപ്പിലാക്കണം, അത് മാത്രം അവൻ്റെ ഉദ്ദേശം. അല്ല, നീ വിചാരിക്കുന്ന പോലെ അവൻ ക്യാഷ് ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല. ആ നമ്മുടെ ക്ലാസ്സിലെ കബോർഡിൽ തന്നെ ഇരിപ്പുണ്ട്. അല്ല, നീ
ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവൻ രാത്രി മറ്റവന്മാരോട് പറയുന്നത് ഞാൻ കേട്ടാ. നിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം, അവൻ അത്രേ ഉള്ളൂ. ഓ തെണ്ടി, അവന്റെ ഉദ്ദേശം അതായിരുന്നല്ലേ. നീ മാറിയേ, ഇന്ന് അവനെ ഞാൻ. ആ ചെന്ന് കേറി കൊടുക്കാം എന്റെ അണ്ണാക്കിലോട്ട്. അയ്യോ എന്റെ തമ്പുരാനെ, നീ എല്ലാം കൂടി എനിക്ക് ചീത്തപ്പേരും ഉണ്ടാക്കിയേക്കാന്നാ തോന്നുന്നേ. ഞാനെന്തിനാ നിനക്ക് ചീത്തപ്പേരം ഉണ്ടാക്കുന്നത്? പിന്നല്ലാതെ, നീ ഇപ്പൊ എന്റെ റൂമിലോട്ടാണല്ലോ കേറിയിരിക്കുന്നത്. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കാവന്മാര്. ഓ അതാണോ? നീ പേടിക്കണ്ട, ഞാൻ എല്ലാരോടും പറഞ്ഞോളാം. എന്ത്, നീ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്ന് കയറിയതാണെന്നോ? അതോടെ കയ്യിൽ വെച്ച് തരും. ഒന്നില്ലെങ്കിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ, നമുക്ക് രണ്ടുപേർക്കും. അപ്പൊ ഇനി എന്താ ചെയ്യുന്നേ? ഹോ, എപ്പോഴെങ്കിലും നിനക്കത് ചോദിക്കാൻ തോന്നിയില്ല. ഞാനായി. അല്ല, നിന്നെ ആര് കണ്ടിട്ടാ ഇവിടെ കിടന്ന് ബഹളം വെച്ച? ആ എനിക്കറിയില്ല, ഏതോ ഒരു വേട്ടവളയൻ. ഇട്ടത് ഞാൻ മുഖം കണ്ടില്ല. അവൻ എന്തൊക്കെയോ പിച്ചും പേരും പറയുന്നുണ്ടായിരുന്നു. അവനല്ലാതെ നിന്നെ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? അല്ല, ആരും കണ്ടിട്ടില്ല. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വരാം. എന്നാ ഞാൻ ആ മരം കൊണ്ടിട്ട് രണ്ട് കൊടുത്തിട്ട് വരട്ടെ. എന്തിനാ ഇവിടെ ഇരുന്നോണം മര്യാദക്ക്? അല്ല, ഞാനിവിടെ കയറിയതിന് തെളിവായിട്ട് എൻ്റെ മുഖം അവനെ കാണിച്ചിട്ട് അവന് പിടി കൊടുക്കാതെ ഞാൻ ഓടി വരാം. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവൂടാ. ഇരിക്കടി ഇവിടെ. നീ ആരും മഹാബലി ചെന്ന് മോൻ കാണിക്കാം. ഞാൻ വരുന്നവരെ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ലോക്ക് ചെയ്തോണ്ടാക്കാം. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. റോയ്, റോയ് എന്തോ കണ്ട് പേടിച്ചതാ, അല്ലെങ്കിൽ ഇങ്ങനെ നിലവിളിക്കില്ല. പേടിക്കാനോ? ഇവനോ എന്തോട്ടുണ്ട്? റോയ്, റോയിച്ചാ. ആ നോക്കടാ, ഇത് ഞാനാ. അതിന് നീ ഏതാ? ആ അടിപൊളി. ഇത് പേടിച്ചൊന്നുമല്ല, ഏതോ കൂടിയ ഇനം വലിച്ചിട്ട് വന്നേക്കാ. റോയി, എന്റെ തമ്പുരാനെ, ഇവനായിരുന്നോ? ചെറുക്കിന് ബോധം പോയി കിടപ്പാണല്ലോ. അല്ല, ഇവനെന്ത് പറ്റി? ഇവനെവിടെ രാത്രിയിൽ പോയേ? ഇവനാ കല്യാങ്കാട്ട് നീലയുടെ കൂടെ ചോറ് പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. എന്താ, ഇനി വേറെ വല്ല അറിയണോ? അതിന് നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഓരോ വലിപ്പമായിട്ട് രാത്രി ഇറങ്ങിപ്പോളും. എന്താടാ ഇവന് പറ്റിയ? അവൻ എന്തോ കണ്ട് പേടിച്ചടാ. എന്ത് പേടിക്കാൻ? ആരെ കണ്ടു പേടിക്കാൻ? അതൊന്നുമല്ല, ഏതെങ്കിലും ഒരുത്തൻ ഇവനെ തലക്കിട്ട് കൊട്ടുകൊടുത്തു കാണും. ഇവന്മാരുടെ ഒക്കെ കയ്യിൽ പിന്നെ തലാൻ ഒരുപാട് പേര് കാണുമല്ലോ. എന്നെ തമ്പുരാനെ, ഇവനവളെ കണ്ടു കാണല്ലേ? നിന്റെ നിപ്പത്ര ശരിയല്ലല്ലോ. നിന്നെ കണ്ടിട്ട് എന്തോ കലലക്ഷണമുണ്ട്. നീയാണോ അവന്റെ തലക്കിട്ട് അടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. ആടാ, ഇനി അതുകൂടെ എന്റെ തലക്കിട്ട് എടുത്തു വെച്ചോ. അതിന് നീ ഇങ്ങനെ വെപ്രാളപ്പെടാനും മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മതിയടാ, പാതിരാത്രിക്ക് ചുമ്മാ അവനോട് വഴക്കിടിച്ച് നിൽക്കാതെ പിടിക്കണ അവനെ. റോയി, കണ്ണു തുറക്കടാ. റോയി, റോയിച്ച കണ്ണു തുറക്കടാ. നിന്റെ ആമി മോളി വിളിക്കുന്നടാ. ഏത് പുന്നാര മോനാടാ അത്? മോനെ അമിത്തെ, പാതിരാത്രിയാടാ, വഴക്കിടാതാ. പാടാ പോവാ. ആഷി, ഏതാടാ വേട്ടവളയൻ ബോധമില്ലാതെ അവിടെ കിടക്കുന്ന? നിനക്ക് ബോധം കെടുത്താൻ അവനെ മാത്രമേ കിട്ടിയുള്ളല്ല. അവന്മാരെല്ലാം അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അതാരാ? ആരാന്നോ? അവിടെ കിടക്കുന്ന റോയാടി. ഈശ്വര, അപ്പൊ അവനെ കണ്ടിട്ടുണ്ടാവോ?
അതൊന്നും എനിക്കറിയില്ല. ഓർത്തിട്ട് എന്നെ പ്രാന്ത് പിടിക്കുക. അവര് ബോധം വീഴുന്നതിന് മുന്നേ നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം. ഓർത്തിട്ട് ഒരു രക്തം പിടികിടുന്നില്ല തമ്പുരാന്. നീ ഇവിടെ നിൽക്കും, ഞാൻ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം. എല്ലാവരും അകത്ത് കയറിയെങ്കിൽ ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഓക്കെ. എന്നാലും ഇവൻ ആരെ കണ്ടിട്ടായി പേടിച്ച് ബോധം കെട്ട് വീണ? അതിന് ഇവൻ ആരെങ്കിലും തലക്കെട്ട് കൊടുത്താണോ? അതിന് ചാൻസ് ഇല്ല. ഈയിടെയായിട്ട് ഞങ്ങൾ അടിയൊന്നും ഉണ്ടാക്കില്ലല്ലോ. ഈ താരോ കണ്ട് പേടിച്ച തന്നെ. എന്നാലും ആരാകും? പ്രേതം, പിന്നെ കോപപ്രേതം, പിന്നിതെന്ത്? അവളിനി ഇവിടെ കയറിയോ? അവക്കതിനുള്ള ധൈര്യം കാണുമോ? പറയാൻ പറ്റില്ല. കോട്ടപ്പുറത്തെ അനുരാധയുടെ മോളല്ലേ അവൾ അതും ചെയ്യേണ്ട അപ്പുറം ചെയ്യും. ഇനി അവളെങ്ങാനും അതാണോ? ഇനി അവനെന്തോ ഒരു പന്തി വീട് അവൻ്റെ റൂമിലെങ്ങാനും. അവൻ്റെ റൂമിൽ നോക്കിയിട്ട് തന്നെ കാര്യം. എങ്ങോട്ടാ ഈ തള്ളിക്കറി പോകുന്നത്? നീ മാറടാ. ആഹാ, അതുപോലെ നീ ആരടാ? ഇത് എന്റെ റൂമാ. സത്യം പറയടാ, നിന്റെ റൂമിൽ അവളില്ലേ? ആര്? ഓ, ഇനി അവളുടെ പേര് അഡ്രസ് ഒക്കെ ഞാൻ തന്നായിരിക്കും. നിന്റെ ഫ്രണ്ടില്ലേ മൈഥിലി? സത്യം പറയടാ, അവൾ നിന്റെ റൂമിലില്ലേ? റൂമിൽ അവളെ കണ്ടല്ലേ പേടിച്ചേ? ഓ പിന്നെ തോന്നിയ ദിവസം പറയത് രാത്രിയിൽ പെൺപിള്ളേരെ വിളിച്ച് കേട്ടില്ലല്ല എന്റെ പരിപാടി. നീ മാറ്. തോന്നിയ ദിവസമാണോ അല്ലേന്ന് ഞാൻ നോക്കിട്ട് പറയാം. മാധവ്, ചുമ്മാ കളിക്കാതെ നീ പോയേ. എന്റെ റൂമിൽ ആരും കയറുന്ന എനിക്ക് ഇഷ്ടമല്ല. ഓഹോ, അന്നാന്ന് കാണുമല്ലോ. കാണാം. മാധവ്, എന്താണ് പ്രശ്നം? രാഹുൽ, ഇവനെ വിളിച്ചോണ്ട് പോ. അവന്റെ റൂമിൽ റെയ്ഡ് നടത്താൻ വന്നേക്കുന്നു. ഞാനെന്താ ഇവിടെ വല്ല ബോംബ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ബോംബാണോ അതോ ഇനി വല്ല പടക്കാണോ നോക്കിയാലല്ലേ അറിയത്തുള്ളൂ മോനെ ആഷിക്ക്. മാധവ്, എന്താ നിനക്ക് മോട്ടായോ? നീ വന്നേ. അവിടെ ഒരുത്തന്നെ എണീറ്റിരുന്ന് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അവളെങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മോനെ ആഷിക്കെ, അവളെ ഞാൻ ഇന്ന് തന്നെ പൊക്കിയിരിക്കും. ഇന്ന് രാത്രിയിൽ ഈ മാതാവിനെ ഓർക്കില്ല. നീ കരുതിയിരുന്നോ? പോടാ. നീ ഇങ്ങനെ വന്നേ. എന്നെ തമ്പുരാനെ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ? ഒന്നില്ലെങ്കിൽ നീ അവന്മാരെ കാണാതെ ഇവിടുന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മളെ രണ്ടുപേരെ അവന്മാർ ഇവിടുന്ന് പൊക്കും. എന്നാലും എന്റെ ആശി, എന്തൊരു അഭിനയാടാ നിന്റെ. എന്തൊരു ഒറിജിനാലിറ്റി. അതേടി, നിനക്കങ്ങനെ പലതും തോന്നും. മനുഷ്യനിവിടെ മുള്ള നിൽക്കുക. ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്നത് തമ്പുരാൻ അറിയും. സോറിടാ, എന്തായാലും നിന്നെ ഞാൻ ഇതിൽ പെടുത്തില്ല. നീ മാറി നിൽക്ക. ഞാനിവിടെ വേറെ എവിടെയെല്ലാം ഒളിച്ചു നിന്നോളാം. ഇനി അവന്മാർ എന്നെ കണ്ടുപിടിച്ചാലും നീ എന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഓഹോ, അപ്പൊ അങ്ങനെയാണോ നീ എന്നെ കണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആഷി ഒരിക്കലും ഒളിച്ചോടാറില്ല. ആദ്യം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വേണ്ട ചങ്ക് പറിച്ചു കൊടുക്കും. ആഷി, എടാ അതല്ലടാ. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ പേടിക്കണ്ട. അവന്മാര് എപ്പോഴെങ്കിലും ഉറങ്ങാതിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ചാടാം. അതുവരെ നീ ഇവിടെ ഇരിക്കും. നീ ഏതാടാ? എടാ, ഞാനാണോ ഇത്? അമിത്. അമിതോ? ഏതമിത്? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമിത്. ബെസ്റ്റ് ഫ്രണ്ടോ? അമിതോ? അപ്പൊ നിന്റെ അപ്പനാരാ? എന്റെ അപ്പൻ കുര്യാക്കോസ്. അപ്പൊ നിന്റെ അപ്പന്റെ പേര് കുര്യാക്കോസ് എന്നാ? അല്ലാതെ നിന്റെ നാക്കൊന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്റെ പൊന്നു റോയ്, നീ കൂടുതൽ അഭിനയിക്കല്ലേ. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്.
അല്ലടാ, അപ്പൊ ഈ കുര്യാക്കോസ് ആരാ? കുര്യാക്കോസ് എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിള പൊക്കോളായിരുന്നു. അങ്ങനെ പറ, എന്റെ കുഞ്ഞമ്മ ആ കുര്യാക്കോസിനെ അന്വേഷിച്ച് നടക്കുക. ഞാനിവിടെ നിന്നാലേ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. എന്നിട്ട് നീ അവനെ പിടിച്ച് എങ്ങനെയെങ്കിലും ഉറക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ അവന്റെ വായിൽ തുണി തെറ്റി കയറ്റി വയ്ക്കും. അല്ല, നീ എന്താ ഇവിടെ ഇങ്ങനെ പേരപ്പര നടക്കുന്നേ? ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി, ഒരാളെ പിടിക്കാറുണ്ട്. യേശു, ഈ ഭ്രാന്തന്മാരുടെ ഇടയിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. റോയി, എനിക്ക് അയ്യോ എന്താ പറ്റി? എന്താടാ? അമിത്, ഓഹോ, അപ്പൊ നിനക്ക് എന്റെ ഓർമ്മയുണ്ടല്ലേടാ പനപ്പില്ലേ? ഉണ്ടടാ, എല്ലാം ഓർമ്മയുണ്ട്, പിന്നെ അവനെ എല്ലാം. പക്ഷെ ഇന്ന് രാത്രിയില് ഒരു മെണ്ണായം പോലെ ഒരു വെളുത്ത രൂപം ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല അളിയ. ബാക്കിയെല്ലാം ഞങ്ങക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അല്ലളിയ, നിന്റെ കൈക്ക് നല്ല ചൂടുണ്ടല്ലോ. എടാ അളിയ, രാവിലെ ഇവന് പേടിച്ച് പനി പിടിച്ചളിയ. എന്ത് നീ പറ? അതൊക്കെ ഒരു ഡോളർ കഴിക്കുമ്പോൾ മാർഗോളും. ചുമ്മാ നീ അതും ഇതും പറയാതെ പറഞ്ഞ് ബാക്കിയുള്ളവരും കൂടെ അറിയിക്കണ്ട. എന്നാലും എന്റെ അളിയ പേടിച്ച് പനി വരുന്നതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. മാധവന്റെ അവൻ എണീറ്റില്ലേ? അവൻ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് രാത്രി മുഴുവനും ആ കോറിഡോറിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ വരാന്ത കിടന്ന് ഉറങ്ങുന്നുണ്ട്. അശി, 3 മണിയായോ? എന്നാ പോവാം. 3 മണിയാവും ഇനി ഉച്ചക്ക്. 3 മണിക്ക് എനിക്കൊന്നും പറഞ്ഞ അലാറം വെച്ച് മാത്രമേ എനിക്കറിയാം. ഇപ്പൊ മണി 7:30 ആയി. രാവിലെ 7? അതെ. എന്റെ ഈശ്വര, നമ്മൾ എന്താ ചെയ്യുന്നത്? എനിക്കൊന്നും അറിയില്ല. ഓർത്തിട്ട് തന്നെ തല. ഇപ്പൊ എല്ലാവരും എണീറ്റ് കാണും. വാർഡനാണെങ്കിൽ രാവിലെ 6 മണി തൊട്ട് അവിടെ റൂം തൂറ്റാൻ തുടങ്ങും. നിന്റെ ഒരു ജാക്കറ്റാ. എന്താണ്? എടാ പോട്ടെ, നിന്റെ ജാക്കറ്റില്ലേ അതിങ്ങിത്താ. കൂടെ നിന്റെ ഒരു ജീൻസും. അതെന്തിനാ? ഇങ്ങിത്താ പറയാം. നിന്റെ കയ്യിൽ മാസ്ക് ഉണ്ടോ? ഞാൻ ഒരു അറ്റമായി പ്രയോഗം നടത്താൻ പോവാ. കൂടെ നീ നിന്നോണം. അതെന്തോ? ഞാൻ നിന്റെ ഈ ഡ്രസ്സും മാസ്കും ഇട്ടുകൊണ്ട് നമുക്ക് വെളിയിലിറങ്ങാം. ഈ വേഷത്തിലായതുകൊണ്ട് നമ്മളെ അധികം ആരും ശ്രദ്ധിക്കില്ല. എന്നിട്ട് നമ്മൾ ഡോർ തുറന്ന് ആരെയും നോക്കാതെ നേരെ നടക്കുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ വിളിച്ചാലും നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നമ്മൾ നേരെ എത്രയും പെട്ടെന്ന് ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ എത്തും. എൻട്രൻസിന്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ആരെങ്കിലും കണ്ടാൽ പോലും നിന്നെ രാവിലെ ഞാൻ കാണാൻ വന്നെന്ന് പറഞ്ഞാൽ മതി. അവര് രാവിലെ ഒന്നും അങ്ങനെയൊന്നും ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിക്കില്ല. എടാ 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 നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഇവിടെ നമുക്കൊരു റിസ്ക് എടുത്തേ പറ്റൂ. അശി, അല്ല നമുക്ക് വേറെ വഴിയില്ല. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നീ എന്റെ കൂടെ നിന്ന് തന്നാ മതി.
ഇനി ആരും നോക്കണ്ട, നേരെ നടന്നു. ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കല. ഇതൊക്കെ വേണോ? പിശാശ് കൈയും കാലം വരച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല. ആഷിക്കല്ല പോന്നെ, അവനെന്താ ഈ വാണം വിട്ട പോലെ പോന്നെ? കൂടെ പോന്നാരാ? ആഷിക്ക മാധവ്, നീ ആ നോക്കട്ടെ നടന്നു. അതവളല്ലേ? ആഷിക്ക ഒന്ന് നിന്നെ, തന്റെ കൂടെ ആരാ? ഈശ്വര, എല്ലാം പിടിച്ചു. കുടിക്കും. ആഷിക്ക ആഷിക, താൻ അവിടെ നിന്നേ. മാഡം, എന്താണോ? അതൊരു ഡോള് വേണം. അതാർക്കോ രാവിലെ വേണം ഡോള്? അത് 208 റോയ്ക്ക് പനി. അങ്ങനെ ഡോള് വേണം. ഓക്കെ. അവര് പോയോ? മാധവ്, താൻ ആഷിക്കിന്റെ കൂടെ പോയ ആളെ കേട്ടോ? അതാരാ? അത് മാത്യു, 401. മാത്യു? അവന് നല്ല പൊക്കമുള്ള കുട്ടിയല്ലേ? ഇത് പൊക്കമുണ്ടായിരുന്നല്ലോ, നല്ല പൊക്കമുണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ട അത് മാത്യു തന്നെയാണ്. ഓക്കെ, താനോട് നിൽക്കി, ഞാൻ എടുത്തിട്ട് വരാം. അവനെ മാധവൻ, അവളെ നീ ശരിക്കും കണ്ടല്ലോ. എന്നിട്ടല്ലേടാ ഇങ്ങനെ നാടൻ? എന്ത് നാടോ? ആരെ കണ്ടു? നീ ഒന്ന് പോയേ, ഞാൻ പോയി കുളിക്കട്ടെ.